നമസ്കാരം. പ്രവാസി മലയാളിയിലേക്കും സ്വാഗതം. വമ്പന്മാരുടെ മുൻപിൽ തന്നെ ഇന്ത്യയുമുണ്ട് എന്നതിൽ സംശയമില്ല. ഇപ്പോഴത്തെ ഏറെ നിർണായകമായ മറ്റൊരു തീരുമാനമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. ഇത് ഗൾഫ് രാഷ്ട്രങ്ങളെ പോലും അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഗോതമ്പിന് പുറമെ അരിക്കും ഇന്ത്യ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇതിന്റെ രൂക്ഷഫലം ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടുതൽ അനുഭവിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. സെപ്റ്റംബർ 9-നാണ് ഇന്ത്യ അരി കയറ്റുമതിക്ക് തീരുവ ചുമത്തിയത്. വെള്ള, നുറുക്കിയ ബസ്മതി തുടങ്ങിയ ഇനങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്ത് മൺസൂൺ മഴയുടെ കുറവ് കാരണം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ അരി ഉൽപാദനം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതിനെ തുടർന്നാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് പ്രവാസികളിൽ ഏകദേശം 60% ആളുകളും ബസ്മതി അരിയും വെള്ള അരിയുമാണ് പ്രധാനമായും ഉപയോഗിച്ചു പോരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഫിലിപ്പിനോകളും ഈ അരിയുടെ ഉപഭോക്താക്കളാണ് എന്നതിൽ സംശയമില്ല. ഇവരുടെ പ്രാതൽ വിഭവങ്ങൾ മുതൽ അരി ഉപയോഗിച്ചുള്ളതാണ് എന്നതും സംശയമില്ല. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ കുറവുണ്ടായതിനാൽ തന്നെ 20% വില വർദ്ധിച്ചേക്കുമെന്നാണ് റീറ്റെയിലർമാരും ഇറക്കുമതിക്കാരും പറയുന്നത്. അതേസമയം GCC രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന അരിയുടെ 40% ഇന്ത്യയിൽ നിന്നും എത്തുന്നതാണ്. ഇന്ത്യയിൽ നിന്നും UAE, ഇറാൻ, മറ്റ് GCC രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് 21 ദശലക്ഷം ടണ്ണിന്റെ കയറ്റുമതിയാണ് നടന്നത്. 2020-ൽ UAE-യിലേക്ക് മാത്രം ഇന്ത്യയിൽ നിന്നും $385.39 മില്യൺ അരി കയറ്റുമതി ചെയ്തതായി യുണൈറ്റഡ് നേഷൻസിന്റെ കോംട്രേഡ് ഡാറ്റ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും അരി കയറ്റുമതി കുറഞ്ഞാൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പിന്നീട് ആശ്രയിക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെയാണ് എന്നതാണ് മറ്റൊരു വിഷയം. എന്നാൽ അടുത്തിടെയുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ നിന്നും ഇനിയും മുക്തമാകാത്ത പാകിസ്ഥാനിൽ നിന്നും ഈ അടുത്ത കാലത്തൊന്നും അരി കയറ്റുമതി പ്രതീക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യില്ല. അതിനാൽ വിയറ്റ്നാമിൽ മാത്രമാണ് ഇനിയുള്ള പ്രതീക്ഷ എന്നത്. അതിനാൽ തന്നെ ഇന്ത്യയുടെ ഈ തീരുമാനം ഏറെ തിരിച്ചടി നൽകിയിരിക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾക്കാണ്. ഇതിന്റെ തിക്തഫലം അനുഭവിക്കുക പ്രവാസികൾ തന്നെ. വിലവർധന പ്രവാസികളെ ഏറെ വലയ്ക്കുന്ന കാഴ്ചയാണ് ഇനി കാണുവാൻ പോകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.